ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ കൂടെ മൂപ്പര് ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ മനസ്സിലാക്കി വെച്ച അടിസ്ഥാനത്തിൽ മൂപ്പരാണ് ഇതിൽ കക്ഷിയാകുന്ന സംശയം കൂടുതൽ. അപ്പൊ ഏതായിരുന്നാലും ആ മുടി പിന്നെ അവിടെ ഉണ്ടാകുന്നപ്പോ വലിയ സംശയമല്ലോ. അപ്പൊ ഈ മുടിയെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കാന്തപുരത്തിന് കൊടുത്തത് അവിടെയുള്ള ആയിരക്കണക്കിന് മുടിയുടെ ഒരു കെട്ടിൽ നിന്ന് ഒരു മുടിയാണ്. അപ്പൊ സംശയം പിന്നെയും കൂടി. സുബ്ഹാനല്ലാഹ്, ലോക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വഹീഹ ഹദീസിൽ ബുഖാരിയിൽ കാണാം, തഹജ്ജത്തുൽ വദാഇൽ അത് മുടി വടിച്ച് നീക്കം ചെയ്യുമ്പോൾ സ്വഹാബികൾ തിരക്ക് കൂടിയപ്പോ തങ്ങൾ നേരിട്ട് പറഞ്ഞ ഹദീസ് ബുഖാരി, യഖ്സുമുഹു ബൈനനാ ശഅറത്തൻ വശഅറത്തൈൻ, നിങ്ങൾ ആളുകൾക്ക് 1ഉം 2ഉം മുടി വീതം വിതരണം ചെയ്യേ, ഇങ്ങനെ തങ്ങൾ കൽപ്പിച്ചത്. അങ്ങനെ സ്വഹാബിവരന്മാരുടെ കയ്യിൽ 1ഉം 2ഉം മുടികളൊക്കെ ഉണ്ടായി എന്നല്ലാതെ ആയിരക്കണക്കിന് മുടികളിലായി ചരിത്രത്തിൽ രേഖ കാണുന്നില്ല. പിന്നെ എങ്ങനെ തങ്ങളെ മുടിയായി? അപ്പൊ ഇതിന്റെ സനത് കിട്ടാനുള്ള ബോധ്യപ്പെടണോ ആവശ്യം വന്നു. നാട്ടിൽ വന്നു. നമ്മൾ കാന്തപുരവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പകരം അദ്ദേഹവുമായി അടുത്തൊരു സുഹൃത്ത് തങ്ങൾ മുഖേന ബന്ധപ്പെട്ടു ഈ സംശയ നിവാരണം വരുത്താൻ. അവസാനം വരെ കാന്തപുരം റെഡിയായിരുന്നു. എത്രത്തോളം കാന്തപുരം പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കണം, ഞാൻ തന്നെ എനിക്ക് തന്നെ അവരോട് സംസാരിക്കണം, ഞാൻ ബംഗ്ലാദേശിലായിരിക്കും 3 ദിവസം കഴിഞ്ഞാൽ വരാണ്ട് സംസാരിക്കാൻ പറ്റുക. വന്നിട്ടാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഒറ്റ വഴുതി മാറില്ല. അത് മുമ്പും പലപ്പോഴും ചരിത്രത്തിൽ അദ്ദേഹം പല ചർച്ചകളിൽ നിന്ന് വഴുതി മാറിയ ചരിത്രം എനിക്കറിയാം. പണ്ട് കാലം മുതലേ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രകൃതി. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ചില ദൗർബല്യങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതായത് പ്രത്യേകത. അപ്പൊ അങ്ങനെ വഴുതി മാറിയപ്പോ നമുക്ക് ഉറപ്പായി ഈ പറഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു കൂടുതൽ ആശയക്കുഴപ്പം ഉറപ്പായി ഇതിൽ പിന്നെ ശരിയല്ല. അവിടെ ഉണ്ടായ മുടി പാരമ്പര്യമായി സൂക്ഷിപ്പിക്കുന്ന മുടിയല്ല എന്ന് കൃത്യമായി അഹമ്മദ് ഖസറജി തന്നെ സുന്നി അഭിമുഖത്തിൽ എഴുതി നമ്മൾ കാണാൻ സാധിച്ചു. അത് കൃത്യമായി ആ സനത് സ്ഥിരീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ കാന്തപുരം അത് മറച്ചു വെച്ചിട്ട് വളരെ കൃത്യമായി സമ്മേളനത്തിൽ മറ്റൊരു സനത്, ഇതാണ് സനത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതൃപരമ്പര അവതരിപ്പിച്ചത്. കാരണം ആ പിതൃപരമ്പര വളരെ കറക്റ്റാണ്, അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരികട വന്നപ്പോ നമുക്കതിൽ ആശയക്കുഴപ്പമുണ്ടായി, നമുക്കതിൽ സംശയം വന്നു. നമ്മൾ ചോദിച്ചു, സംശയ നിവാരണത്തിന് അവർ അവസരം ഉണ്ടാക്കിയില്ല. ആ പ്രശ്നമായി നിലനിൽക്കുന്നു. അപ്പൊ അന്ന് പറഞ്ഞത് ശരിയാണ്, പിന്നെ ആ വിഷയത്തിൽ നമുക്ക് സംശയം വന്നത് ശരിയാണ്. രണ്ടും ശരി. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ യെസ് അടിക്കുക. എന്റെ സംശയം, ഇന്ന് പേരോട് ഉസ്താദ് അവതരിപ്പിച്ച സനദിനും എന്താണ് കുഴപ്പം? അത് അംഗീകരിക്കാൻ പറ്റുമോ? അതിന് അംഗീകരിക്കാതിരിക്കാൻ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. പേരോട് ഉസ്താദ് അവതരിപ്പിച്ച സനത് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദ് മർക്കസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച സനത് ഞാൻ കേട്ടു. ആ സനത് മഹാനായ ഷെയ്ഖ് അഹമ്മദ് ഖസറജിയുടെ പിതൃ പരമ്പരയാണ്, സ്വഹാബിയിൽ ചെന്ന് മുട്ടുന്ന. പിന്നെ അദ്ദേഹം പുതുതായി ഇന്നൊരു വിശദീകരണം നടത്തിയിട്ടുള്ളത് കേട്ടു. അതല്ലാത്തൊരു സനത് അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്താണ് സുഹൃത്ത് വിശദീകരിക്കുക? അന്ന് പറഞ്ഞ സനതാണ് ആ സനദിലുള്ള കുഴപ്പം. സമ്മേളനത്തിൽ പറഞ്ഞ സനദിലുള്ള കുഴപ്പം അത് മുടിയുടെ സനദല്ല, അദ്ദേഹത്തിന്റെ പിതൃ പരമ്പരയാണെന്ന് അവിടെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. മുടിയുടെ പരമ്പര വേറെയാണെന്ന് സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഖസറജി സുന്നി വോയിസിൽ വേറെയും പറയുന്നുണ്ട്. ആ പേരോട് പറഞ്ഞതാണോ ശരി, അഹമ്മദ് ഖസറജി പറഞ്ഞതാണോ ശരി? നമ്മുടെ സംശയത്തിന് സുഹൃത്ത് വിശദീകരണം നൽകണം. അതല്ല സമ്മേളനത്തിൽ പറഞ്ഞതല്ലാത്ത ഒരു സ്ഥലത്ത് പുതിയതായിട്ട് പേരോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് എടുത്താണ്, ക്ഷമിക്കുക. മൈക്ക് ചാടിയതല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കുറച്ച് സമയത്തിന് മുമ്പ് AP വിഭാഗം നടത്തുന്ന മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഞാൻ കയറാനിടയായി. അപ്പോഴേക്കും അവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ പ്രസംഗിക്കുന്നതായി കേട്ടു. ഷഹറെ മുബാറക്ക് വെക്കാൻ വേണ്ടി വലിയൊരു പള്ളി നിർമ്മിക്കുന്നു, ആ പള്ളിക്ക് സംഭാവന ചെയ്യുക, അതിന് 1000 റുപ്യ, അതേപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള സംഭാവനകളുടെ ലിസ്റ്റ് പറഞ്ഞു. അപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറെ മുബാറക്ക് തന്നെ ആണ് എങ്കിൽ അത് വെക്കാനുള്ള ഒരു പള്ളി നിർമ്മിക്കുക എന്നതിനെ കുറിച്ച് ഇസ്ലാമിക മാനദണ്ഡം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു. മൈക്ക് ഫ്രീ.
ഈ ഷാറെ മുബാറക്ക് എന്നാണ് ഇവര് പറയുന്നതാണ്. ഷാറെ മുബാറക്ക് അല്ല, ഷെയറെ മുബാറക്കാണ്. അതായത് ഷാറെ മുബാറക്കാണ് അനുഗ്രഹീതമായ ഷെയർ മുടീന. ഇത് ഷെയറെ മുബാറക്കാണ് അനുഗ്രഹീതമായ ഷെയർ പങ്കാളിത്തം, പൈസ വാങ്ങണ ഷെയർ വാങ്ങണ പരിപാടിയാണ്. സംഭവം സത്യം പറഞ്ഞ പിരിവാണ്. അങ്ങനെ പിരിച്ചുണ്ടാക്കി ഈ മുടി വെക്കാൻ ഒരു പള്ളി നിർമ്മിക്കുക, അത് 40 കോടിയുടെ പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു മഹാത്ഭുത. ഇസ്ലാമിക ചരിത്രത്തിന് പാരമ്പര്യം തെളിവ് കാണാൻ സാധ്യമല്ല. പിന്നെ ഈ 40 കോടിന്റെ പള്ളി എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാല്, ദേശാഭിമാനി ദിനപത്രത്തിൽ കാന്തപുരത്തിന്റെ പ്രസംഗം ഞാൻ വായിച്ചു. പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം ദേശാഭിമാനിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാധാരണ മുസ്ലിം അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല, കാന്തപുരം ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കുകയാണ് എന്ന് തോന്നും ദേശാഭിമാനി വാർത്ത വായിച്ചാൽ. പേരോട് ഇന്ന് പ്രസംഗിച്ചതായി കേൾക്കാൻ സാധിച്ചു. അങ്ങനെ പള്ളി ഉണ്ടായിക്കോട്ടെ, പണ്ട് താജ്മഹൽ ഉണ്ടാക്കിയിട്ടില്ലേ, അങ്ങനെ ഇന്ത്യക്ക് എത്ര ചരിത്ര പാരമ്പര്യങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ പറഞ്ഞാല് ഈ പാവപ്പെട്ട മുസ്ലിം ജനകോടികളിൽ നിന്ന് ഈ 1000 രൂപ വീതം പിരിച്ചെടുത്ത് അവരൊക്കെ ഹാബീബായ അഷ്റഫുൽ ഖൽഖ് അവരെ മുടി സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച്, അതുപോലെ ആളുകൾക്ക് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാണല്ലോ ഈ കാശ് പിരിക്കുന്നത്. പേരോട് പറയുന്നത് എന്താ 25,000 ആൾക്കാർക്ക് നിസ്കരിക്കാൻ ആവശ്യം ഉണ്ടാവുന്ന അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇന്ത്യയിൽ ചരിത്രം നിൽക്കട്ടെ, രാജ്യത്തിന് സർക്കാരിന് ഒരു വലിയ സേവനമായിരിക്കുമല്ലോ, സർക്കാരിന് സേവനം ചെയ്യാനും രാജ്യത്തിന് സേവനം ചെയ്യാനും വേണ്ടി ഈ പാവപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന് 1000 രൂപ വീതം സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് പിരിവെടുത്ത് UAE-യിൽ നിന്ന് എനിക്കറിയാം 100 ദിർഹമിലേറെ കാശ് ആരും ഇടരുത്, കാരണം എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്നാണ് പ്രസംഗിച്ചത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഇങ്ങനെ പിരിവെടുത്ത് പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരു മുടി സ്ഥാപിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുക എന്നതിന് ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവ് ഉദ്ധരിക്കാൻ കഴിയില്ല എന്നാണ് വസ്തുത. ശരിയാണെങ്കിൽ തന്നെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നേരത്തെ മൈക്കിൽ വന്നിരുന്നു കേട്ടോ, മൈക്ക് കിട്ടാതെ താഴെ പോയതാണ്. അപ്പോൾ ഇന്ന് ഈ മുടിന്റെ പ്രശ്നത്തില് ഇന്ന് ഇപ്പോ പേരോട് ഉസ്താദ് അവിടെ സംസാരിച്ചു. തെളിവ് വേണമെങ്കിൽ, സനത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കാണിച്ചുതരാ. ഇനിയിപ്പോ സമസ്തക്ക് സനത് വേണമെന്നുണ്ടെങ്കിൽ സമസ്തയുടെ ലെറ്റർ വേർഡിൽ അടിച്ചിട്ട് ഒരു ലെറ്റർ അയച്ചു തന്നാല് സനത് അങ്ങോട്ട് തിരിച്ചയച്ച് അതിന്റെ ഒരു കോപ്പി തിരിച്ചയച്ചു തരാന്ന് പറഞ്ഞല്ലോ. ടെലിഫോണിൽ കൂടി സനത് വായിച്ചിരുന്ന പ്രശ്നമില്ല. എന്താണ് സമസ്തന്റെ ലെറ്റർ പേഡില് ഇത് ചോദിച്ചാല് തിരിച്ചയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹലോ, സമസ്തന്റെ ലെറ്റർ പേരിൽ അയച്ചിട്ടുള്ള സനതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, കാരണമൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ നിങ്ങൾ മറുപടി പറയേണ്ട ഒരു കാര്യം പേരോട് ഇതൊന്നുമല്ല പറയേണ്ടത്. പേരോട് പറയേണ്ടത് ഈ സമർക്ക് സമ്മേളനത്തിൽ ആ ജനലക്ഷങ്ങൾ നിങ്ങൾ പറയുന്ന ആ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച സനതാണോ മുടിന്റെ സനത്, അതോ അഹമ്മദ് ഹസ്രജി സുന്നി വോയിസിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ സനതാണോ മുടിന്റെ സനത്? ഇപ്പൊ വൈരുദ്ധ്യം വന്നില്ലേ? ഇനി ആദ്യം ആ വൈരുദ്ധ്യത്തിന് തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലേ സനത് കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഏത് സനതങ്ങൾ അയച്ചുതരാ? വൈരുദ്ധ്യമാർന്ന 2 സനത് മുടിക്കുണ്ട് എന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന, നിങ്ങളെ പത്രം തന്നെ പ്രചരിപ്പിക്കുന്ന സ്ഥിതിക്ക് ആദ്യം ഏതാണ് സനത് എന്ന് പറയട്ടെ, എന്നിട്ടല്ലേ സനത് അയച്ചു തരണ്ടുള്ളൂ. അയച്ചോണ്ടല്ലേ മര്യാദകൾ വന്ന് വാങ്ങിക്കോളൂലോ, നമുക്ക് പഠിച്ചോളൂലോ. എത്ര കാലായി ചോദിക്കുന്നത്. ഇപ്പൊ 1ാമത്തെ മുടിന്റെ സനത് എന്തേ, അത് ഔട്ടായോ? 1ാമത്തെ മുടിന്റെ സനത് ചോദിച്ച് കുഴങ്ങിയിട്ട് ലാസ്റ്റ് പറഞ്ഞു ചങ്ങാതിമാരെ മുഴുവൻ സനത് വേണ്ട, ജസ്റ്റ് ആ മുടി നിങ്ങൾ കൈമാറിയ ആളെ അഡ്രസ്സും ടെലിഫോൺ നമ്പർ ഒന്ന് തരുന്ന, ഞങ്ങൾ ബാക്കി ആളെ ബന്ധപ്പെട്ട് അന്വേഷിച്ചോളാം. എതിർപ്പൊന്നുമില്ല. ഇപ്പൊ ആ മുടിയോട് മാറ്റി വെച്ചു. മറ്റൊരു 40 കോടിന്റെ പള്ളി ഉണ്ടാക്കുമ്പോ 1ാമത്തെ 400 പോലെ പെട്ടിയും കൂടി വാങ്ങിയിട്ട് സൂക്ഷിച്ചിട്ടില്ല. ആ മുടി പുറത്താ. ഇപ്പൊ ഈ 2ാമത്തെ മുടിന്റെ സ്ഥലത്ത് അങ്ങനെ തപ്പാലിലും അയച്ചേരണ്ട, ലെറ്റർപോളിലും അയച്ചേരണ്ട, ഒന്നും വേണ്ട. നമുക്കിത് ആദ്യം ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ വൈരുദ്ധ്യം തീർക്കേണ്ട. ആരാണ് സത്യത്തിന് വിരുദ്ധമായത് പറഞ്ഞത്? സത്യം പറയുന്ന ആൾക്കാരല്ലേ സനതിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ സനതമാണ് സനത. ഇതിന്റെ പരമ്പര ആർക്കും എഴുതിണ്ടാക്കാം. ഒരു പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മുട്ടുന്ന പരമ്പര കാന്തപുരത്തിന്റെ ഓഫീസിൽ അതിനൊക്കെ നല്ല വിദഗ്ധരായ ആളുകൾ ഉണ്ടാവും. വളരെ കൃത്യമായി DTP ഉണ്ടാക്കിയിട്ട് നല്ലൊരു പരമ്പര ഉണ്ടാക്കി തപ്പാലയച്ചാൽ ആർക്കും കഴിയും. പക്ഷേ ഇതിൽ പറയുന്ന വ്യക്തികൾ സത്യസന്ധരാണോ അല്ലേ പരിശോധിക്കുമ്പോഴാണ് ഈ പരമ്പരക്ക് സ്വീകാര്യത ഉണ്ടാകുക. ഇവിടെ കാന്തപുരം 1ാം സ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞതും പേരോട് പറഞ്ഞതും അവരാണ് സൂക്ഷിക്കുന്ന ആളുകൾ സത്യമാണോ അല്ലേ, ഏതാണ് ശരി? സമ്മേളനത്തിൽ പറഞ്ഞ സനതാണോ ശരി, അതല്ല അപ്പോൾ സന്നിവേശ് പറഞ്ഞ സനതാണോ ശരി? ആദ്യം അത് സ്ഥിരീകരിക്കട്ടെ, എന്നാൽ നമുക്ക് സനത് വാങ്ങുന്ന കാര്യം പരിശോധിക്കാം. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, അതിന് ഉത്തരമാണ് ആദ്യം കിട്ടേണ്ടത്.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ കാന്തപുരത്തിന്റെ ഇങ്ങനെ പറയുന്നല്ലോ ഉസ്താദ്, ഈ രണ്ട് സമസ്തയും 40-40 എന്നൊക്കെ തരീക്കത്തിന് എതിർത്തവും പറഞ്ഞിരുന്നല്ലോ. ആ വിഷയത്തിൽ ഉസ്താദിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. പല തരീക്കത്തുകളെ എതിർത്ത അവസരത്തിൽ 40-40 എണ്ണിയിരുന്നു. ഇപ്പൊ നിങ്ങളുടെ 40-40 ഹലോ, ക്ലിയറാ? ഏതായിരുന്നാലും ചോദ്യം പൂർണ്ണമായി മനസ്സിലായില്ല. എന്തായാലും ത്വരീഖത്തുമായി ബന്ധപ്പെട്ട സംശയമാണ് എന്ന് മനസ്സിലായി. തൽക്കാലം ആ സംശയത്തിന് ഇപ്പൊ നിവാരണം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മുടിയുമായി ബന്ധപ്പെട്ട സംശയമാണ് ലൈവായി നിലനിൽക്കുന്നത്. അത് സംബന്ധിച്ച കാര്യം തീർപ്പാക്കാനാണ് സംശയ നിവാരണത്തിന് വേണ്ടി നമ്മൾ സമയം നീക്കി വെക്കുന്നത്. അത് ആ വിഷയത്തിലേക്ക് തിരിച്ചു പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? സഹോദരന്മാരെ ഒന്ന് എസ് അടിക്കാം. ഓക്കെ ഉസ്താദേ, പിന്നെ ഇപ്പൊ എപിയുടെ കയ്യിലുള്ള മുടി ഓക്കെ, നമുക്ക് സമ്മതിക്കാതെ ശരിയല്ല. കാരണം റസൂലിന്റെ മുടി എത്ര വലിപ്പം ഉണ്ടാവില്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയില്ലല്ലോ, എല്ലാവരും പൊട്ടന്മാരാക്കാണ്. പിന്നെ കാസിമിയുടെ കയ്യിൽ ഒരു മുടി ഉണ്ടായിരുന്നു, അത് 25,000-ന് പിന്നെ അതിന് വെള്ളം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോലാളുണ്ടായിരുന്നു. സത്യത്തിൽ അതിന്റെ സനത് ഒന്ന് പറഞ്ഞു തരാമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നത്. കാസിമിന്റെ കയ്യിൽ ഇതുവരെ മുടിയുണ്ട്. കാസിമിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ആരെ കയ്യിലും നബിസ്വലാസ്വലം മുടി വന്നതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ഇതാണ് വസ്തുത. പിന്നെ കാസിം നടത്തിയ ഒരു വലിയ പ്രഭാഷണത്തിൽ വെല്ലൂരിൽ മുടിയുണ്ട് സ്ഥിരപ്പെട്ട കാര്യം, സംശയമില്ലാത്ത കാര്യം. അവിടുന്ന് റബീഉൽ അവ്വൽ 12 വെള്ളം വിതരണം ചെയ്തപ്പോ അതൊന്നും പൈസക്കല്ല വെക്കുന്നത്, അവിടുന്ന് ഒരാൾ കൊണ്ടുവന്ന് ഇവിടെ സംഭാവന കൊടുത്തു ആ പരിപാടിക്ക്. അപ്പൊ ആ സംഭാവന സ്വാഭാവികം നമ്മൾ വെള്ളം ലേലം ചെയ്യുന്ന തേൻകുപ്പി ലേലം ചെയ്യുന്ന മാതിരി ആ വർക്കത്തുള്ള വെള്ളം അവിടെ ലേലം ചെയ്ത് വിറ്റിട്ടുണ്ട് എന്നല്ലാതെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കൈവശം മുടിയില്ല, അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ സംഭവമല്ല. ഇതൊരു കച്ചവട ഏർപ്പാട് നമ്മൾ ആക്കിയിട്ടില്ല. പിന്നൊരു സംശയം, റഹ്മത്തുള്ള കാസിമിന്ന് ഈ വെള്ളം ലേലം ചെയ്തില്ല, പിന്നെ ഇവര് വിൽക്കുന്നതിന് എന്തിനാ എതിർക്കുന്നത്? അത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് അവിടുന്ന് കൃത്യമായി ഫ്രീ ആയിട്ട് ബറക്കത്ത് ആഗ്രഹിച്ച് ചെന്ന ആളുകൾക്ക് ആ വെള്ളം വെല്ലൂരിൽ കൊടുത്തത് കൊണ്ടുവന്നതാ, അതിവിടെ ഒരാളെ ഏൽപ്പിച്ചതാ. ഇവിടെ അങ്ങനല്ല, മർക്കസിന് ഈ വെള്ളം ബക്കറ്റിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് നാട് നീളെ നടന്നിട്ട് വില നിശ്ചയിച്ച് അടക്കി വിൽപ്പന കഴിച്ചു ബാക്കി ഒഴിച്ച സ്ഥലങ്ങൾ കൊണ്ട് ഞാൻ മംഗലാപുരത്ത് വന്നപ്പോ കാസർഗോഡ് ആ ഭാഗത്ത് സംഭവം നടന്നതായി കേട്ടു. റഹ്മത്തുള്ള കാസിമി പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചിരുന്നു, അദ്ദേഹം അന്ന് പ്രസംഗിക്കാൻ പോയിരുന്നു. ഈ നിലയിൽ നാട് നിങ്ങളെ ഈ വെള്ളം കൊണ്ടുപോയി വിതരണം ചെയ്ത് വിറ്റ് കാശാക്കുന്ന രീതി ശരിയല്ല. അതും ഇതും രണ്ടും രണ്ടാണ്. ഒരു തെറ്റിദ്ധാരണ വേണ്ട. അദ്ദേഹത്തിന്റെ കൈവശം മുടിയില്ല, അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇത് മാത്രമാണ് സംഭവം. അതല്ല ഉസ്താദേ, ഞാൻ അതിന്റെ പിന്നെ കാസിമിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അതിന്റെ സനതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ സനത് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. കാസിമിയുടെ കൈവശം മുടിയില്ല എന്ന കാര്യം കൃത്യമായോട് പറഞ്ഞു. ശരിക്ക് ക്ലിയറായി കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എങ്കിലല്ലേ എന്റെ സനത് പറയേണ്ട പ്രശ്നമുള്ളൂ. അദ്ദേഹത്തിന് കൈവശം അങ്ങനെ മുടിയില്ല. മുടി ഉണ്ടെങ്കിലാണ് സനത് പറയേണ്ട ആവശ്യം. കാന്തപുരത്തിന്റെ കാസിമിന്റെ കൈ